എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അന്വേഷണം നക്ഷത്രക്കാർക്ക് വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Eight of Cups, Nine of Wands, Ace of Wands, Knight of Cups, Ace of Swords and Justice card. ആദ്യം തന്നെ അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് എയ്റ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് പൊതുവെ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം, ജീവിതത്തിൽ ഒരിക്കലും പിരിയില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളുകൾ തമ്മിൽ പിരിയേണ്ടി വരുന്ന സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. സൗഹൃദങ്ങൾ തമ്മിൽ പിരിയുന്നുണ്ട്. അത് ഒരു വഴക്കടിച്ചിട്ട് പിരിയുന്ന ഒരു സാഹചര്യം ആയിരിക്കണം എന്നില്ല. കാരണം നിങ്ങൾ തമ്മിൽ സാഹചര്യവശാൽ ഒരാള് ജോലി കിട്ടി മറ്റിടത്തേക്ക് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എവിടേക്കെങ്കിലും മറ്റൊരിടത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് അതായത് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് പൂർണ്ണമായിട്ട് പിരിയുന്നതുമാവേ, അതായത് ഇനി ഒരിക്കലും കാണില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കണമെന്നില്ല എല്ലാവർക്കും. ചില ആളുകളെ സംബന്ധിച്ച് സൗഹൃദങ്ങൾ അറ്റുപോകുന്നില്ല. പക്ഷെ നിങ്ങൾ എന്തിനും ഏതിനും ഒരുമിച്ച് എവിടെ ഒരുമിച്ച് പോയിരുന്ന ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് ഒരാൾ മാറുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഇടയ്ക്ക് കോള് വരെ, അല്ലെങ്കിൽ വല്ലപ്പോഴും വർഷത്തിൽ 2-3 തവണ എപ്പോഴെങ്കിലും, വർഷത്തിലല്ല 1-2 വർഷം കൂടുമ്പോഴൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് നാട്ടിൽ വരുമ്പോൾ കാണുക, അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ ഒരു എന്താ പറയുക, പാർട്ടിങ് ആണ്. അതേസമയം തന്നെ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടാവും ചില ആളുകൾക്ക്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മറ്റ് വേർപാട്, അല്ലെങ്കിൽ നിങ്ങളും ഏതൊരു വ്യക്തിയും തമ്മിലുള്ള ഒരു വേർപാടെന്ന് പറയുന്നത് ഒരു തരത്തിലൊരു സങ്കടം മനസ്സിലുണ്ടെങ്കിൽ അതൊരു സമാധാനം കൂടിയാവാം, ഒരു ഡിവോഴ്സ് സിറ്റുവേഷൻ ആവാം. ചില ആളുകൾക്ക് നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹമുണ്ട്, പക്ഷെ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും, ഒരിക്കലും നിങ്ങൾ ഒത്തുപോവില്ല. പ്രണയം കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകില്ല. സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ എന്ന് ചില ആളുകൾ പറയും. പക്ഷെ എത്ര തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിലും ഒരു തരത്തിൽ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഒരു സ്നേഹം കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. കാരണം മനസ്സിലാകാത്ത ഉള്ള ഒരു സ്നേഹം വളരെ ബുദ്ധിമുട്ടായതായിരിക്കും മുന്നോട്ടേക്ക് പോകാൻ. അങ്ങനെയുള്ളൊരു ബന്ധം ഒരു തരത്തിൽ അവസാനിക്കുമ്പോൾ വേർപാടിന്റെ സങ്കടം ഉണ്ടെങ്കിൽ കൂടി ഒരു ആശ്വാസവും അവിടെ ഉണ്ട്. കാരണം അത് ഒത്തുപോകില്ല, വെറുതെ വഴക്കും പ്രശ്നങ്ങളും ആയിരിക്കും എപ്പോഴും ജീവിതത്തിൽ എന്നുള്ളത് മനസ്സിലാക്കി, അതായത് ഒരു പക്വമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം സൂചിപ്പിക്കുന്നത്. പിന്നെ പല ആളുകളും നിങ്ങൾ പൊതുവെ എല്ലാവരും പറയും നിങ്ങളൊരു പാവാണ് എന്ന് പറയുന്നുണ്ടാവും, നന്നായിട്ട് ആരെയും വിഷമിപ്പിക്കില്ല, അങ്ങനത്തെ ഒരു രീതിയാണ് പറയുന്നത് എങ്കിൽ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, അപ്പോൾ നിങ്ങളുടെ ഉള്ളില് നിങ്ങളിപ്പോൾ ആളുകളോട് നോ പറയുന്നുണ്ടാവില്ല, ആളുകളെ വിഷമിപ്പിക്കരുതെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ പലരും നിങ്ങൾ പറയുന്നത് നിങ്ങളെ മുതലെടുക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾക്ക് നോ പറയാൻ അറിയില്ല എന്നുള്ളത്. അപ്പോൾ ഈ നോ പറയാനായിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരത് മുതലെടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾക്ക് അപ്പോഴും അത് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഈ ഒരു മാസം നിങ്ങൾ നോ പറയാൻ പഠിക്കുക, അല്ലാത്ത പക്ഷം നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ചോദിക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അവരത് നിങ്ങളെ മുതലെടുക്കുകയാണെന്ന് മനസ്സിലാക്കാതെ, നിങ്ങൾ പണ്ട് പറയുന്ന ഒരു ഒട്ടകത്തിന് സ്ഥലം കൊടുത്തു എന്ന് പറയും. ഒട്ടകത്തിന് സ്ഥലം കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ സ്ഥലം മുഴുവൻ വീണ്ടും ഒട്ടകം ഏറ്റെടുക്കുകയാണ് എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാവരുത് എന്നുള്ളത് എടുത്ത് പറയുന്നു. പിന്നെ എല്ലാത്തിനും ഒരു അതിർവരമ്പ് വയ്ക്കേണ്ടുന്ന സമയമാണ്. അതിനിപ്പോൾ ആരാണെന്ന് പറഞ്ഞാലും നിങ്ങൾ തമ്മിലുള്ള ചില ബന്ധങ്ങൾ, ഓരോ ബന്ധത്തിനും അതിൻ്റെതായിട്ടുള്ള അതിർവരമ്പുണ്ട്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾ തമ്മിൽ പറയുകയാണെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വം മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചില കുടുംബങ്ങളിൽ അവരുടെ മാതാപിതാക്കളായിരിക്കാം, ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം, അവരുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന മറ്റൊരാളാണ്. അപ്പോൾ അത് നിങ്ങൾ നിർത്തേണ്ടുന്ന സമയമായിരിക്കുന്നു. കാരണം ഒരു സമയത്ത് നിങ്ങൾ പലരും മറ്റുള്ളവർ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ
അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. കാരണം എന്തെങ്കിലും നിങ്ങൾ അവരോട് ഇങ്ങനെ ഇതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരത് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിങ്ങളെ വേറെ വഴിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട്, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾക്ക്, കാരണം ഇവിടെ ഒരു ധൈര്യം നിങ്ങൾക്കില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവരെല്ലാവരും നിങ്ങളെ കുറ്റം പറയും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് നിങ്ങൾ പക്വമായിട്ട് എടുക്കേണ്ടുന്ന ഒരു തീരുമാനമാണ്. എന്ത് സിറ്റുവേഷൻസ് വന്നാലും അതിനെ നിങ്ങളുടെ തീരുമാനമാണ്. അങ്ങനെ സിറ്റുവേഷൻസ് വന്നാൽ നിങ്ങൾ അതിനെ ഫേസ് ചെയ്യാനായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടിയായതുകൊണ്ടാണ് പലരും മറ്റുള്ളവരെ തീരുമാനം എടുപ്പിക്കാൻ വിടുന്നത്. കാരണം അവർക്ക് അപ്പോൾ മറ്റുള്ളവർ, ചില ആളുകൾ പറയാൻ അറേഞ്ച് മാരേജ് ആണ്, അപ്പോൾ പാരന്റ്സിനെ കുറ്റം പറയാലോ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ. തമാശയായിട്ട് പറയുന്നതാണെങ്കിൽ പോലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് പാരന്റ്സിനെ പറയാലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നിങ്ങൾ പറയുന്ന യെസിനും നോയ്ക്കും ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് എന്നുള്ളതാണ്. പക്ഷെ അതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ അതൊരു വലിയ ആഗോള പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട. തെറ്റുകുറ്റങ്ങൾ എല്ലാവരിലും വരും എന്നുള്ള രീതിയിൽ ചിന്ത വയ്ക്കാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ ഏസ് ഓഫ് വോൺസ് എനർജിയാണ്. ഏസ് ഓഫ് വോൺസ് ആൻഡ് ഏസ് ഓഫ് സോർട്സ് എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, ഭയങ്കരമായിട്ട് ആലോചന, ഒരു ഫിലോസഫർ എനർജിയൊക്കെയാണ്. ഭയങ്കരമായിട്ട് സാഹിത്യം, ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചിന്തകൾ നിങ്ങളെ മാറ്റിമറിക്കുന്നുണ്ട്. പല ചിന്തകളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി ആലോചനകളുണ്ട് ഇവിടെ. മനസ്സിന് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യങ്ങൾ അതോടൊപ്പം നടക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ഇൻസ്പയർഡ് ആണ്. പല കാര്യങ്ങളും പുതിയ പുതിയ ഐഡിയാസ് വരുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പുതിയത് എന്തൊക്കെയോ ചെയ്യണം. നിങ്ങളുടെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ ഓടുന്നുണ്ട്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ടാലന്റ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒത്തിരി പുതിയ പുതിയ ഇൻഫർമേഷൻസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ വളരെയധികം താല്പര്യം നിങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒത്തിരി ആരാധകരുണ്ടാകുന്നതായിട്ടും കാണും. നിങ്ങൾ എന്ത് കാര്യത്തിനും ഒരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നു എന്നുള്ളതും നിങ്ങളുടെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ പറയുകയാണെങ്കിൽ വളരെയധികം ആളുകളെ സഹായിക്കുന്ന ഒരു സ്വഭാവവും നിങ്ങളിലുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു എനർജി, നൈറ്റ് ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് പ്രണയ സാധ്യതകളൊക്കെയാണ്. എന്നിരുന്നാലും ഇവിടെ കൂടുതലായിട്ട് ഒരു വിവാഹമാണ് സാധ്യമാകുന്നത്. ഓൾറെഡി പ്രണയത്തിലായിട്ടുള്ളവർക്കാണ് ഇതിവിടെ കാണിക്കുന്നത്. അപ്പോൾ പ്രണയത്തിലായിട്ടുള്ളവർക്ക് ഒരു വിവാഹത്തിലേക്കുള്ള ഒരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ഇനി പ്രണയിക്കാത്ത അല്ലെങ്കിൽ പ്രണയ സാധ്യത ഇല്ലാത്തവർക്കും വിവാഹം സാധ്യമാകുന്നുണ്ട്. പക്ഷെ അതൊരു അതായത് ഓൾറെഡി പ്രണയിച്ചിട്ടുള്ള ഒരു വിവാഹമായിരിക്കില്ല, പക്ഷെ ഒരു ഇഷ്ടവിവാഹമായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി, ആഗ്രഹിച്ചൊരു രൂപസാദൃശ്യങ്ങൾ, ആഗ്രഹിച്ച ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ജീവിതത്തിൽ വധുവോ വരനോ ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇഷ്ടവിവാഹം എന്ന് നമുക്ക് പറയാം. അതേപോലെ ഏസ് ഓഫ് സോർട്സ് എനർജിയാണ്. വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അക്കാഡമിക്സിൽ നല്ല രീതിയിൽ പോകാൻ, ഇപ്പോൾ ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സാധ്യത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറാനുള്ള അവസരം വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ലൈഫിൽ എല്ലാ അർത്ഥത്തിലും മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങളെ തേടി വരുന്നുണ്ട്. നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുക. ചില ആളുകൾ വിദേശത്തേക്കൊക്കെ സ്കോളർഷിപ്പ് ഒക്കെ ലഭിച്ച് വിദേശത്തേക്ക് പഠനത്തിന് പോകാനുള്ള അവസരവും കാണിക്കുന്നുണ്ട്. പിന്നെ ലൈഫിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലി സംബന്ധമായിട്ട് മുന്നേറുന്ന സമയമാണ്. ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ ജോലി ചെയ്ത പഴയ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും പൈസയൊക്കെ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് കുടിശ്ശിക ഉണ്ട്, ശമ്പള കുടിശ്ശിക ഇതുവരെ തന്നിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളും ജോലിയിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പുതിയ, അതായത് ആ ജോലിയിൽ നിന്ന് നല്ലൊരു വരുമാനം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പഴയ കിട്ടാനുള്ള പൈസ തീർത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ളവർക്ക് റിട്ടയർമെന്റ്, അതായത് FDO അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇടാനായിട്ട് പൈസ നിങ്ങൾക്ക് പ്രൊവിഡന്റ് ഫണ്ട് എന്നൊക്കെ കിട്ടുന്നുണ്ടാവാം ചില ആളുകൾക്ക്. അങ്ങനെയൊക്കെ അത് കിട്ടാൻ പൂർവ്വ കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും കേസ് കാര്യങ്ങളൊക്കെ മറ്റു വഴികളിൽ നടക്കുന്നുണ്ടെങ്കിലും അതും നിങ്ങളുടെ
നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.